സംസ്ഥാന സർക്കാരിന്റെ 2026-27 വർഷത്തെ ബജറ്റിൽ കാസർഗോഡ് വികസന പാക്കേജിന് 80 കോടി രൂപ അനുവദിച്ചു. കൂടാതെ ജില്ലയിലെ ആരോഗ്യ മേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കാസർഗോഡ് ജില്ലയുടെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള കാസർഗോഡ് വികസന പാക്കേജിനായി 80 കോടി രൂപ പ്രഖ്യാപിച്ചു. കൂടാതെ ആരോഗ്യരംഗത്തിന് കരുത്തു പകരാൻ ജില്ലയിൽ പുതിയ സർക്കാർ നഴ്സിംഗ് കോളേജും അനുവദിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ക്ഷേമത്തിനായി 17 കോടി രൂപയുടെ പ്രത്യേക പാക്കേജും വകയിരുത്തി. ഇതുകൂടാതെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ളവർക്കായി വിഭാവനം ചെയ്തിട്ടുള്ള സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ എന്ന പദ്ധതിക്കായി 10 കോടി രൂപയും നീക്കിവെച്ചു. മാത്രമല്ല, ജില്ലയിൽ എയർ സ്ട്രിപ്പ് സ്ഥാപിക്കുന്നതിനായി 1 കോടി 10 ലക്ഷം രൂപയും വ്യവസായ പാർക്കുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2.5 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. തീരദേശ വികസനത്തിന്റെ ഭാഗമായി ചെറുവത്തൂർ, നീലേശ്വരം, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ ചെറുകിട തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ 500-ലധികം ആളുകൾക്ക് ഒത്തുചേരാൻ കഴിയുന്ന സൗകര്യങ്ങൾ സജ്ജമാക്കുന്ന പദ്ധതിയിൽ ബേക്കലിനെയും ഉൾപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സ്വകാര്യ മേഖലയെയും യോജിപ്പിച്ചുകൊണ്ട് 50 കോടി രൂപ ചെലവിലാണ് സംസ്ഥാനത്തൊട്ടാകെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടാതെ PSC ജില്ലാ ഓഫീസിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനു വേണ്ടി 5 കോടി 24 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖത്തിന് ചെറിയ ജെട്ടി നിർമ്മാണത്തിനായി 1 കോടി രൂപ, ഉപ്പള പത്തോടി റോഡ് പുനരുദ്ധാരണത്തിനായി 2 കോടി രൂപ, കുമ്പള ആരിക്കാടി കടവത്ത് ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി 1 കോടി രൂപ, കടമ്പാറ മച്ചമ്പാടി റോഡിനായി 1 കോടി രൂപ എന്നിങ്ങനെയാണ് അനുവദിച്ചിട്ടുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിൽ ചന്ദ്രഗിരി കോട്ടയുടെ നവീകരണത്തിനും തുക നീക്കിവെച്ചു. ഉദുമ മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾക്കായി 40 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വഴടക്ക പഞ്ചായത്തിലെ അമ്പലാടി മാട്ട റോഡിൽ കരിച്ചേരിപ്പുഴക്ക് കുറുകെ ചെക്കിടാങ്കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് 13 കോടി രൂപയും 2025-26 വർഷത്തെ സെൻട്രൽ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ഉൾപ്പെടുത്തി ദേലമ്പാടി പഞ്ചായത്തിലെ പരപ്പ, ദേലമ്പാടി, ഉജമ്പാടി റോഡിന് 28 കോടി രൂപയും നീക്കിവെച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലത്തിന് 12 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി 2 കോടി രൂപയും കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ നിർമ്മാണത്തിനായി 2 കോടി രൂപയും നീക്കിവെച്ചു. പാണത്തൂർ കുണ്ടുപള്ളി റാണിപുരം റോഡിന്റെ വികസനത്തിന് 1 കോടി രൂപയും പാണത്തൂർ കല്ലപ്പള്ളി റോഡിന്റെ വികസനത്തിന് 2 കോടി രൂപയും വകയിരുത്തി. കൂടാതെ പെരിയങ്ങാനം, കുറുഞ്ചേരി, കാലിക്കടവ് റോഡ്, കിഴക്കങ്കര വെള്ളിക്കൊത്ത് റോഡ്, അട്ടെങ്ങാനം നായ്ക്കയം റോഡ് എന്നിവയുടെ അഭിവൃദ്ധിപ്പെടുത്തലിനായി 1 കോടി രൂപ വീതവും, കക്കാട്ട് സ്കൂൾ സ്റ്റേഡിയം നിർമ്മാണത്തിന് 1 കോടി രൂപയും, ദേശീയ പൈതൃക ഇടനാഴി സാംസ്കാരിക സമുച്ചയ നിർമ്മാണത്തിനായി 1 കോടി രൂപയും അനുവദിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലത്തിന് 15 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചീമേനി കുന്നുകൈ റോഡിലെ കാനത്തുപോയിൽ പാലം നിർമ്മാണത്തിനും നീലേശ്വരത്തെ EMS ടൗൺ ഹാൾ നിർമ്മാണത്തിനുമായി 5 കോടി രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ മുതൽ കവ്വായി കായലിലൂടെ തയ്യൽ സൗത്ത് വരെ സർവീസ് നടത്തുന്നതിനായി കറ്റമറയിൻ ബോട്ട് വാങ്ങുന്നതിന് 1 കോടി രൂപയും വകയിരുത്തി. ഇങ്ങനെ ജില്ലയിലെ ഓരോ മണ്ഡലത്തിനും ഒപ്പം പൊതുവായും ചെറുതും വലുതുമായ നിരവധി പദ്ധതികൾക്കാണ് ഇത്തവണത്തെ ബജറ്റിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.